Ready, 1, 2, 3, bloop. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബോക്സ് ആണ്. ഇതൊരു ബോക്സ് അല്ല, ഇതൊരു AC ആണ് ഗൈസ്. വേറൊന്നുമല്ല, നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു AC ആണ്. ഇതിനുള്ളിൽ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലൈറ്റിന്റെ ആണ് ഈ ഒരു പിന്നെ. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല, ചൂട് കൂടി നിൽക്കുമല്ലേ, AC ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ AC ചെയ്യാൻ വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ് ആണ്. കടയിൽ ചെന്നപ്പോൾ നല്ല വൃത്തിയുള്ളൊരു ബോക്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചളുക്ക് പിന്നെ ഗ്യാപ്പ് അതൊന്നും വിഷയമല്ല. ഇനിയിപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈസിൽ ഒരു കാർഡ്ബോർഡ് വെട്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറക്കമൊക്കെ വേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം ബോക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ 4 സൈഡും അളവെടുത്ത് നമുക്ക് തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തെർമോക്കോളിന്റെ ഷീറ്റുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, നമ്മളിതാ ഓരോ ഷീറ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ പോകും. അപ്പൊ ഞാൻ ബേസ് ആയിട്ട് 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ആ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒറ്റ ഷീറ്റായിട്ട് കിട്ടില്ല, കാരണം നമ്മൾ വേസ്റ്റ് വെച്ചാണല്ലോ നമ്മളിങ്ങനെ ഒരു AC ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം 2 പീസ് വെച്ച് കൊടുക്കുകയാണ്. അല്ല വേണ്ട, നമുക്ക് വശങ്ങൾ വെച്ചിട്ട് സൈഡ് വെച്ച് കൊടുക്കുക. അപ്പൊ ഒരേപോലത്തെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബോക്സിന്റെ 4 വശം കവർ ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. മാക്സിമം ടൈറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ നല്ല ടൈറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെതാ നമ്മുടെ 4 സൈഡും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. നിങ്ങൾ താഴെ ചെയ്യുമ്പോൾ ഒറ്റ പീസായിട്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്തതാണ്. നമ്മൾ ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കൂളിങ്, അതായത് നമ്മുടെ ഐസ് വെക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഐസ് കുറച്ചു നേരം, ഒരുപാട് നേരം എന്ത് ചെയ്യണം, മെൽറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഐസ് ബോക്സ് പോലെ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഐസ് ബോക്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫാൻ വെക്കണം. ഞാനിപ്പം 240 വോൾട്ട് AC ഫാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഫാൻ വെക്കാൻ വേണ്ടി ഞാൻ ഏകദേശം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടോപ്പിൽ ഫാൻ വെക്കാം, അല്ലെങ്കിൽ സൈഡിൽ ഫാൻ വെക്കാം. സൈഡിൽ ഫാൻ വെക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്, കാരണം ആ എയർ ആയിരിക്കും നമുക്ക് ഇതുവഴി കിട്ടുന്നത്. അപ്പൊ ഇനി ഞാൻ സൈഡിൽ ഫാൻ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫാന്. 240 വോൾട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ കടയിലൊക്കെ കാണുന്ന ഫ്രീസർ ഉണ്ടാവുമല്ലോ, ആ മൊബൈൽ ഫ്രീസറിന്റെ ഫാനാണ്. ഞാനിപ്പോ 240 AC വോൾട്ട് കടത്തിവിടാൻ വേണ്ടി കോഡ് വയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ 12 വോൾട്ടിന്റെ CP ഫാനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ, കാരണം അത് പോർട്ടബിൾ ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണം അങ്ങനെ ഒരെണ്ണം ചെയ്യാം കേട്ടോ, പിന്നീട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഫാൻ ബ്ലോയിങ് എന്ന് പറയുന്നത് ഇവിടെ സക്ഷനും ഇവിടെ കാറ്റ് പുറത്തോട്ട് പോകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് കാറ്റിനെ വലിച്ചെടുത്ത് ഇതുവഴി കടത്തിവിടും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇനി ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇച്ചിരി ഹൈറ്റ് സെറ്റ് ചെയ്തായിരിക്കും നല്ലത്. ഇവിടെ താഴെ സെറ്റ് ചെയ്താൽ, കാരണം അവിടെയാണ് വെള്ളമൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് സെന്ററിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ അത് നോക്കാം.
about humanity. അപ്പോൾ അച്ഛന്മാരെ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് പതുക്കെ പ്രസ് ചെയ്ത് ആ ഹോള് പുറത്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഹോളാണ് വേണ്ടത്. ഈ പീസ് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫാൻ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അല്പം ചെറിയ തുടയാണാക്കിയത്, വേറൊന്നുമല്ല. ഇവിടെ ഈ ഹോള് കണ്ടോ, നമുക്ക് പറ്റുമെങ്കിൽ ഇത് ഒട്ടിച്ച് വെക്കാൻ പാകത്തിനാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഹോൾ ചെയ്തെടുത്തേക്കുന്നത്. ഇത് നമ്മളിത് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാതെ നമ്മൾ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഇവിടെയെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു A4 ഷീറ്റ് ഒട്ടിക്കുകയാണ്. വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു വൃത്തിക്ക് വേണ്ടിയാണ് കേട്ടോ. ഈ സീലെല്ലാം നമുക്ക് അടയ്ക്കാൻ വേണ്ടി A4 ഷീറ്റൊക്കെ ഒട്ടിച്ച് ഉള്ളിൽ നമ്മൾ കുറച്ച് ടേപ്പൊക്കെ ഒട്ടിക്കാനുണ്ട്. ടേപ്പെല്ലാം ഒട്ടിച്ച് വൃത്തിയൊക്കെ എടുക്കുകയാണ്. പിന്നെ നമുക്ക് AC ആ ഒരു സെക്ഷൻ വഴി കാറ്റ് വരാൻ വേണ്ടി നമ്മൾ ഇവിടെ 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചേച്ചിയിലൊക്കെ നമുക്ക് മറയ്ക്കണം. ഓക്കെ, പോകട്ടോ. നമ്മളിതാ ആ എയർ പുറത്തേക്ക് പോകാനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതാ ഇതിങ്ങനെ താഴോട്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ കാർഡ്ബോർഡ് പെട്ടിയുടെ ഈ ഒരു അവസ്ഥ നമ്മളൊന്ന് മാറ്റി പേപ്പറൊക്കെ ഒട്ടിക്കാൻ പോണ്. അപ്പം പേപ്പർ ഒട്ടിക്കാം. ഈ വശങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. വേറെ ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയാണ്. അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ച് പശ ഒറ്റിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ പൊടിയും. അടിയിൽ തെർമോക്കോളാണ്, പറ്റിക്കഴിഞ്ഞാൽ തെർമോക്കോൾ മൊത്തം ഒരുക്കിപ്പോവും. നമുക്ക് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യാം. ഇനി നമ്മളിതിൽ പേപ്പർ ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ കലണ്ടറാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, അത് കാണിക്കാം. It's all about humanity. നമ്മുടെ AC-യിൽ ചുറ്റും പേപ്പർ കൊണ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് കൂളിംഗ് കണ്ടന്റ് വെക്കാനുള്ള ഒരു ഷെല്ല് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുവന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്. നിങ്ങൾ എടുത്തേക്കുന്ന AC-യുടെ ആ കേസിന് എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ ആ ഒരു ഹൈറ്റ് അനുസരിച്ച് അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കേസിൽ ഇത്ര ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈറ്റിലെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ആ ഹൈറ്റിലെ ബോട്ടിൽ എടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ കേസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ടിരുന്ന് കണ്ടാൽ നമുക്ക് ചെറിയ കേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതാ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ ഫാനിന്റെ ത്രസ്റ്റ് വരുന്നത് ഇങ്ങനെ തട്ടി തടഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ ഫാനിന്റെ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പിടിക്കുക. ഫാനിന്റെ ബേസ് എവിടെയാണ് വരുന്നത് ആ ഒരു ഭാഗം അടയാളപ്പെടുത്തി വെക്കുക. ശേഷം നമ്മൾ ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ ഹോൾട്ട് കൊടുക്കാൻ പോകണം. ഞാൻ ആദ്യം അടിഭാഗം ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഏകദേശം ഈ ഒരു പോർഷൻ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു സെക്ഷൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, ഹൈറ്റ് വരുന്നത് ഇത്രയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ ഇതിന് താഴോട്ട്, അതായത് ഇതിന്റെ ഇടയിലായിട്ട് ഈ ഒരു ഭാഗത്തിന്റെയും ഈ ഒരു ഭാഗത്തിന്റെ ഇടയിലായിട്ട് നമ്മൾ കുറച്ച് ഹോൾട്ട് കൊടുക്കാൻ പോകണം. അപ്പൊ ഞാൻ ഹോൾട്ട് കാണിച്ചു തരാം. ഓക്കെ, അതാ അങ്ങനെ നമ്മുടെ കുപ്പി മാക്സിമം നശിപ്പിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത്ര ഉള്ളതാ. എയർ ഇതുവഴി കയറാൻ പാകത്തിന് നമ്മൾ കുറച്ച് വെട്ടുകളിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഹോളും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതുവഴിയാണ് നമ്മൾ ഐസ് ഇട്ടുന്നത്. നമ്മൾ ഐസ് ആട്ടോ ഇടുന്നത്. അല്ലെങ്കിൽ വേറെ ടിപ്പ് പറഞ്ഞു തരാം. സ്പോഞ്ച് ഉണ്ടല്ലോ, സ്പോഞ്ച്, അത് വെള്ളത്തിൽ നനച്ച് നമ്മുടെ ഫ്രീസറിൽ വെക്കാൻ നേരത്തെ കട്ടിയാവും. അത് ഇറക്കി വെച്ചാലും മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് നമ്മൾ ഐസ് ഇടുന്നു. നമ്മുടെ ഈ ഫാന് ഇതിന്റെ നടുക്കൊക്കെ ഇറക്കി വെക്കുന്നു. നമ്മൾ ഇവിടെ ഹോൾ ഇട്ടില്ല, കാരണം ഐസ് ഉരുകി വെള്ളമായാലും ഇതിനകത്ത് വന്ന് വീണോളൂ. അപ്പോൾ യാതൊരു കുഴപ്പമില്ല, നമ്മളിത് തിരിച്ച് നമുക്ക് റീഫിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നു. നമുക്കിനി നമ്മുടെ AC-ന്റെ വർക്കിംഗ് നോക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ആ ഒരു കിറ്റ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ 1 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുവാണ്. ഭയങ്കര നോക്കും. നമ്മൾ ക്യൂബ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി.
അപ്പം വീട്ടിൽ ഡ്രൈ ഐസ് ഒക്കെ കിട്ടാൻ സാഹചര്യമുള്ള ഒരു ഡ്രൈ ഐസ് ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ AC നല്ല പൊളപ്പനാക്കി എടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ ഈ ഒരു മുറിച്ച് മാറ്റിയ പീസ് ഒന്ന് വെച്ച് കൊടുക്കണം. വേറൊന്നിനും അല്ല, എയർ മുകളിലേക്ക് ഉയരാതിരിക്കാനാണ്. ഇത് നമ്മൾ AC നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഐസ് ബോക്സ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. അത് എത്രത്തോളം കവർ ചെയ്ത് വെക്കാവോ അത്രത്തോളം കവർ ചെയ്ത് വെക്കുക. വെറുതെ ഷീൽഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്ന ആ മിനിയേച്ചർ AC ശരിയായിട്ടുണ്ട്. ഞാൻ ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ AC വർക്ക് ചെയ്യിക്കാൻ പോവാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കാണിക്കടാ. പ്ലഗ് ഓൺ ചെയ്യാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ AC നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്. വേറെ ഒന്നിന്റെ അല്ല ഗൈസ്, ആ തണുപ്പിന്റെ സൗണ്ട് ആണത്. യെസ്, അതെ, തണുപ്പിന്റെ സൗണ്ടാണ്. നല്ല സക്ഷൻ വരുന്നുണ്ട്. അതിന്റെ പവർ ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു ഷീറ്റാണ്. എന്റെ മിക്കവാറും എടുത്ത് ഇന്ന് കയറാൻ ചാൻസ് ഉണ്ട്. കണ്ടോ ഞാൻ എത്ര പിടിച്ചേക്കുന്നത്. ഇതൊന്ന് സൈഡിലിട്ട് വന്നേടാ. അതായത് സക്ഷൻ കാണിച്ചു തരാം. അതിനുള്ളിൽ കയറും. അപ്പതാ നമ്മുടെ AC നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കുറച്ചിങ്ങനെ പൊത്തി പിടിച്ച് കഴിയുമ്പോൾ എയർ ഫുൾ അതിന്റെ ഉള്ളില്, അതായത് ഈ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്ന ആ ചൂടുവായു വളരെ പെട്ടെന്ന് തണുക്കും. നല്ല സ്പീഡിൽ പുറത്തു വരുന്നുണ്ട്. നല്ലൊരു കൂളിംഗ് ആണ്. അപ്പൊ ഇതിനകത്ത് കൂളിംഗ് അത് എങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. ടെസ്റ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. നീ നോക്കിയടാ, തണുപ്പൊക്കെ നോക്കിയടാ. തണുപ്പില്ലേ? നല്ല തണുപ്പില്ലേ? ഞാനൊന്ന് ഫേസിലൊക്കെ ഒന്ന് അടിച്ച് നോക്കാം. ആ ഐസിന്റെ ആ വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ ഐസ് ക്യൂബ് പെട്ടെന്നൊന്നും അലിയുന്നില്ല. അത് വലിയൊരു ഗുണമാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ വെച്ചേക്കുന്നത് 240 വോൾട്ട്സ് AC വർക്ക് ചെയ്യുന്ന ഫ്രീസറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ലോങ് ടൈം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ്. നിങ്ങളിപ്പോ ഈ വണ്ടി സാധനങ്ങളൊക്കെ പൊളിക്കുന്ന അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ സ്ക്രാപ്പ് യാർഡിൽ ഒക്കെ പോവുകയാണെങ്കിൽ ഇതുപോലുള്ള മോട്ടോഴ്സ് ഒക്കെ കിട്ടും. അപ്പൊ അവരോട് ചെന്ന് ചോദിച്ചിട്ട് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ AC ഉണ്ടാക്കാം. ഇത് ലോങ് അവർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫ്രീസർ എത്രത്തോളം ടൈമിൽ വർക്ക് ചെയ്യുന്നു അത്രത്തോളം ടൈമിൽ റൺ ചെയ്യുന്ന സാധനമാണ് ഈ മോട്ടർ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഫ്രീസർ 48 മണിക്കൂർ റണ്ണിങ് ആയിരിക്കും. അപ്പോഴും ഈ മോട്ടോർ വർക്കിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് രാത്രിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിക്കുക, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ നോർമലി നമ്മുടെ CPU ഫാനൊക്കെ ആണെങ്കിൽ ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ചൂടായി നാശമാവണം മതി. പക്ഷെ ഇതിന് അങ്ങനത്തെ ഡീമെറിറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. നല്ല തണുപ്പ് വരുന്നുണ്ട് ഗൈസ്. പോളി, ഒരു രക്ഷയില്ല. നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീടിന്റെ ജനാലയുടെ സൈഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ റൂമിനകത്തുള്ള, അതായത് റൂമിന് പുറത്തുള്ള തണുത്ത കാറ്റില് ഇതുവഴി വരികയും നമുക്ക് കുറച്ചുകൂടെ തണുപ്പ് കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. സോ ഗൈസ്, ഇത് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. വേറൊരു സംഭവം പറയാനുണ്ട്. നിങ്ങൾ ഗെയിമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു AC ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. റൂം ഇപ്പം നല്ല ചൂടാണ്. നമുക്കൊന്ന് കൂളിംഗ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ AC വർക്കായിട്ടുണ്ട്. പക്ഷെ ഞാൻ അഡീഷണൽ ആയിട്ട് വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. റെഡി 1 2 3 ബ്ലൂ. സോ ഗൈസ്, നമ്മൾ AC അഡീഷണൽ ആയിട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തേക്കാണ്. എനിക്ക് എന്റെ ഈ ദരിദ്രം കൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു കലണ്ടർ ഒട്ടിച്ച്. നിങ്ങൾക്ക് വേണ്ട പിന്നെ ഒരു ഭംഗി കൂടി ഉണ്ടല്ലോ. അപ്പോൾ ലൈറ്റിന് 12 വോൾട്ട് ലൈറ്റാണ്. 1 മീറ്ററിന് ഏകദേശം 30 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് ഒരു സർക്യൂട്ട് ബോർഡ് കൊടുത്തതാണ്. സംഭവം പൊളിയാണ് ഗൈസ്. അപ്പൊ നിങ്ങളിത് കണ്ടിട്ട് വരിക കേട്ടോ.
ലൈറ്റ് പുറത്ത് മാത്രമല്ല അകത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കാം. AC വർക്കായിട്ടുണ്ട്, നല്ല സക്ഷൻ ഉണ്ട് കേട്ടോ. ഓണാക്കി നോക്കാം. ഗൈസ്, ഇതാണ് കുറച്ചുകൂടെ അടിപൊളി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്തൊക്കെ ലൈറ്റ് ആകുമ്പോൾ കുറേ ഒരു രഥം പോലത്തെ ഫീലിംഗ് വരും. പക്ഷെ ഇത് നോക്ക് ഗൈസ്, നമ്മുടെ AC-യും നമ്മുടെ ലൈറ്റും എല്ലാം കൂടെ ഒരു അടിപൊളി. ഇതാ ഉള്ളിൽ നമ്മുടെ ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല തണുപ്പ് കാറ്റിൻ്റെ അന്ന് വരുന്നുണ്ട്. പൊളിയാണ് ഗൈസ്. നല്ല സൂപ്പർ കാറ്റുണ്ട് ഗൈസ്. ഞാനാണ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. വളരെ സിമ്പിളാണ്. ആകെപ്പാടെ എനിക്ക് ചെലവ് വന്നത് ഇതിന് ഞാൻ 10 രൂപയെ കൊടുത്തുള്ളൂ. പിന്നെ ഒരു ബോക്സിന് 10 പൈസ കൊടുക്കേണ്ടി വന്നില്ല. തെർമോക്കോൾ വീട്ടിലുണ്ടായിരുന്നു. ആകെ ചെലവ് വന്നേക്കുന്നത് 20 രൂപ കൂട്ടിക്കോ നിങ്ങൾ. 20 രൂപ 30 രൂപേന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ AC ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിലെ ഫ്രീസറൊക്കെ ഉള്ള ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ AC വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയാ വന്നേ, നമ്മൾ ഈ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന, അതായത് ഇതുപോലെ പുറത്ത് നിന്ന് ഐസ് കൊണ്ടുവരാതെ ഇടാൻ പറ്റുന്ന AC നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സപ്പോർട്ടും ഇതിനോട്ട് ആവശ്യമാണ്. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.